ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ അറ്റാച്ച്മെൻറ്റ് ആംഗിൾ ഗ്രൈൻഡറിൻ്റെ അറ്റാച്ച്മെൻറ്റ് ചെയിൻസോടൊപ്പം നമുക്ക് ലഭിക്കുന്നത്. ഈ ആംഗിൾ ഗ്രൈൻഡർ നമ്മളുടെയാണ്, ബാക്കി കാണുന്ന സാധനങ്ങളെല്ലാം. ഇത് 11.5 ഇഞ്ച് ചെയിൻസോ ആണ്. അതിൻ്റെ ചെയിന്, അതിൻ്റെ ആവശ്യമായിട്ടുള്ള ചെയിന് കറങ്ങാനുള്ള ഇത് ചെയിൻ ഇതിലേക്കാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ബോൾട്ടുകൾ, ഇത് ആംഗിൾ ഫിറ്റ് ചെയ്യാനുള്ള റബ്ബർ ബുഷ്, ഇത് അതിൻ്റെ ഓയിൽ, ഈ കാണുന്ന ചെറിയൊരു കന്നാസിൻ്റെ ആകൃതിയുള്ള സാധനത്തിലേക്കാണ് ലൂബ്രിക്കേഷൻ ഓയിൽ ഒഴിക്കുന്നത്. ഇത് പ്രൊട്ടക്റ്റീവ് ഗാർഡാണ്. ഇതതിൻ്റെ ചെയിൻ്റെ കവറാണ്. ഇത് ഹാൻഡിൽ. ഇതിലേക്കാണ് ചെയിൻസാ വരുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കാണുന്ന മഗിതയുടെ ആംഗിൾ ഗ്രൈൻഡറാണ്. ഇത് 850 വാട്ട്സിൻ്റെ ഗ്രൈൻഡറാണ്. നമ്മുടെ ആംഗിൾ ഗ്രൈൻഡറിൽ സാധാരണഗതിയിൽ നമ്മുടെ അതിൻ്റെ ഷീൽഡ് ഒക്കെ മാറ്റിയിട്ടുള്ള ഈ രണ്ട് ഇത് നമ്മൾ ഊരി മാറ്റണം. ഊരി മാറ്റിയിട്ട് ഇതിലേക്ക് നമുക്ക് ഇതിനോടൊപ്പം വരുന്ന ഈ വാഷർ ആദ്യം നന്നായിട്ട് ഫിറ്റ് ചെയ്യണം. അത് ചില നമ്മൾ ആംഗിൾ ഗ്രൈൻഡറിൻ്റെ അനുസരിച്ച് ചിലത് കുറച്ച് ടൈറ്റ് ആയിരിക്കും, ചിലത് കുറച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് ടൈറ്റാണ്. ഇത് എന്നാലും റബ്ബറിൻ്റെ ആണ്, നമുക്ക് ഫ്ലെക്സിബിളായിട്ട് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊരു സ്ക്രൂ ഡ്രൈവറൊക്കെ ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. അതെ, കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇത് ഈ രീതിയിലാണ് സെറ്റ് ചെയ്യേണ്ടത്. അതായത് നമ്മളിവിടെ വെക്കുമ്പോൾ ഈ കന്നാസിൻ്റെ ആകൃതിയിലുള്ളത് താഴേക്ക് വരണം ഈ രീതിയിൽ. ഇത് നമുക്ക് ഇതോടൊപ്പം വരുന്ന ഈ അലങ്കി ഉപയോഗിച്ച് നമുക്കിത് ടൈറ്റ് ചെയ്യാം. നമുക്ക് ഇവരുടെ കമ്പനിയുടെ അലങ്കി വരുന്നുണ്ട്, അത് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു ക്വാളിറ്റിയുള്ള നമ്മുടെ കയ്യിൽ ഉള്ള അലങ്കി നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാം. ഒക്കെ നമ്മളത് ഫിറ്റ് ചെയ്തതിന് ശേഷം ഈ കിറ്റിനോടൊപ്പം വരുന്ന ഈ ഒരു ചെയിൻ ഇതിലേക്കാണ് വരുന്നത്. ഇത് ഫിറ്റ് ചെയ്യുക. അതിന് മുകളിൽ നമ്മുടെ ആംഗിൾ ഗ്രൈൻഡറിൻ്റെ മെഷീൻ്റെ കൂടെ തന്നെയുള്ള ഈ ക്യാപ്പ് ഫിറ്റ് ചെയ്യണം. ഓക്കെ. അതിനുശേഷം നമ്മൾ ഈ ഒരു സംഭവം നമ്മുടെ കിറ്റിൻ്റെ ഈ കിറ്റിൻ്റെ ഒപ്പം വരുന്ന ഈ ഒരു സംഭവമുണ്ട്. ഇത് ഈ രീതിയിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്യുക. കാരണം ഇതിനകത്തേക്കാണ് ഇതിൻ്റെ ഈ ഒരു ലോക്ക് വരുന്നത്. അപ്പം നമ്മൾ അത് കറക്റ്റായിട്ട് നമുക്ക് അവസാനം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആദ്യം ജസ്റ്റ് വെച്ചിട്ട് ശേഷം നമുക്ക് ഇതിൻ്റെ ഗ്യാപ്പ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നമ്മുടെ ചെയിന് ഈ സംഭവത്തിലേക്ക്, അതായത് ഇങ്ങനെ ഇതോടൊപ്പം തന്നെ കിട്ടുന്ന ചെയിന് ഇങ്ങനെ ഇതിൻ്റെ ഈ ട്യൂബിൻ്റെ അറ്റത്തായിട്ട് കറക്കത്തൊരു ഇതുണ്ട്. അതിലേക്ക് നമ്മളിത് കറക്റ്റായിട്ട് ഇതേപോലെ വയ്ക്കുക. വെച്ചതിന് ശേഷം നമ്മുടെ ആംഗിൾ ഗ്രൈൻഡറിൻ്റെ ഈ ഭാഗത്തേക്ക് വയ്ക്കുക. അപ്പോൾ നമ്മൾ അടിയിൽ വെച്ച് കറുത്തൊരു ഭാഗമുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ആണി പോലെ വെച്ചാൽ പിന്നീട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അത് ആ ഹോളിലേക്ക് വരുന്ന രീതിയിൽ അതിൻ്റെ കണ്ടോ. ഇപ്പോൾ നമുക്ക് കാണാം ആ കറുത്ത ഒരു സംഭവം, അതിൻ്റെ ഒരു ആണി ഇതിലേക്ക് വരും. ഇങ്ങനെയാണ് ഇത് ടൈറ്റ് ആക്കുന്നത്. നമുക്ക് എന്നിട്ട് അതിൻ്റെ പുറകിൽ വേണമെങ്കിൽ അതിൻ്റെ ഇതനുസരിച്ച് ഇവിടെ നമ്മുടെ ഈ അലങ്കിയുടെ അടിയിൽ തന്നെയുള്ള സ്റ്റാറിൻ്റെ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്കിത് അല്പം കൂടി വേണമെങ്കിൽ ടൈറ്റ് ആക്കാം. അത് നമുക്ക് അവസാനം ചെയ്താൽ മതി. അത് ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമ്മളിതിൻ്റെ ക്യാപ്പ് ഫിറ്റ് ചെയ്യുകയാണ്. ക്യാപ്പ് ഫിറ്റ് ചെയ്യുന്നത് ഇതേപോലെ ഫിറ്റ് ചെയ്യണം. ഇതിനകത്ത് നമുക്ക് ഈ കിറ്റിനോടൊപ്പം ഈ രണ്ട് വാഷർ വരുന്നുണ്ട്. ആ വാഷർ ഇവിടെ, ഈ സ്റ്റീലിൻ്റെ ഒരു വാഷറുണ്ട്, ഈ വാഷർ ഇവിടെ വയ്ക്കുക. അതിന് മുകളിലേക്ക് നമ്മുടെ ഈ ക്രാഷ് ഗാർഡ് പോലെയുള്ള സംഭവം, അതായത് ഈ പൊടി നമ്മൾ മരം മുറിക്കുമ്പോൾ ഈ പൊടി അടിച്ച് നമ്മുടെ ദേഹത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ടും മറ്റ് അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് നമ്മൾ ഈ കിറ്റിനോടൊപ്പം വരുന്ന ഏറ്റവും നീളമുള്ള
സ്ക്രൂ ആണ് ചെയ്യേണ്ടത്. നമ്മൾ ഇത് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഒരു ആകൃതി ഉണ്ട്, ഈ രൂപത്തിലായിരിക്കും വരുന്നത്. ഓക്കെ, നമ്മളിത് ഗാർഡും ചെയിനും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഇങ്ങനെ കറങ്ങും. നമുക്ക് വേണമെങ്കിൽ ലൂസ് ചെയ്യാം, ടൈറ്റ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മളിതിൻ്റെ ഹാൻഡിൽ ഫിറ്റ് ചെയ്യണം. നമുക്ക് കാണാം ഈ ഹാൻഡിൽ ഇവിടെ ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇതിൻ്റെ ചെറിയ സ്ക്രൂ ആണ്. നമുക്ക് പാക്കേജിൽ വരുന്ന ഏറ്റവും ചെറിയ സ്ക്രൂ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇലങ്കി തന്നെ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇവിടെയാണ് നമ്മൾ ഓയിൽ ഒഴിക്കേണ്ടത്. ഓയിൽ സാധാരണഗതിയിൽ മിക്കവാറും ആൾക്കാർ പാം ഓയിൽ പോലുള്ള വെജിറ്റബിൾസാണ് ഓയിലാണ് ഒഴിക്കുന്നത്. പാം ഓയിൽ ഒഴിച്ചാൽ മതി. ഇതിനോടൊപ്പം തന്നെ ഒരു ക്യാപ്പ് വരുന്നുണ്ട്, ഇത്തരത്തിലുള്ള ക്യാപ്പ്. ഈ ക്യാപ്പ് നമുക്കിവിടെ ഓയിൽ അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഈ ആംഗിൾ ഗ്രൈൻഡർ അറ്റാച്ച്മെൻറ്റ് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. 1099 രൂപയാണ് ഇതിൻ്റെ വില. ഇത് നമുക്ക് ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ ഡെലിവറി ആയിട്ടുണ്ട്. നല്ല പ്രോഡക്റ്റാണ്. ഏറ്റവും കൂടുതൽ റിവ്യൂ ഉള്ള ഒരു പ്രോഡക്റ്റാണ് ആമസോണിൽ. മറ്റ് പല സൈറ്റിൽ നോക്കിയിട്ടാണ് ഇത് സെലക്ട് ചെയ്തത്. നല്ല പ്രോഡക്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. ഇതിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ കാറ്റലോഗിൽ പറയുന്ന രീതിയിൽ വേണം ചെയിൻ ഇടാൻ. ചെയിൻ 2 രീതിയിലിടാം. തിരിച്ച് നേരെ ഇടാം, തലതിരിച്ച് ഇടാം. തലതിരിച്ചിട്ടാൽ ഇത് ചതയത്തില്ല, തടി മുറിയത്തില്ല, ചതഞ്ഞിരിക്കും. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് കാറ്റലോഗിൽ പറയുന്ന രീതിയിൽ വേണം ചെയിൻ ഇടാൻ. ചെയിൻ ഇടുമ്പോൾ കൃത്യമായിട്ട് മുറിയും, അല്ലെങ്കിൽ അത് തടി മുറിയത്തില്ല, ചതഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് തോന്നും.